നവംബർ 20 സിദ്ധരാമയ്യയുടെ 2.5 വർഷം പൂർത്തിയായി. 2023 കയറി നവംബർ 20 ആകുമ്പോൾ 2.5 വർഷം പൂർത്തിയായി. 2.5 വർഷം പൂർത്തിയാകുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് നൽകണം എന്നതായിരുന്നു ഉപാധി. ആ ഉപാധിയോടെയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവുന്നത്. അതാണ് കർണാടകയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ കർണാടകയിലെ രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് DK ശിവകുമാർ ഫണ്ട് റൈസറുമാണ്. ഒരു കൃത്യമായി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ്. അതിന്റെ ഒരു സ്വാധീനം കൂടി കൊണ്ടായിരിക്കാം കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയതും. അതിന്റെയൊക്കെ ഒരു രീതിയിലാണ് DK ഉപാധികളോടെ മുന്നോട്ട് പോയത്. പക്ഷേ 2.5 കൊല്ലമായിട്ടും സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് അനങ്ങില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്കിത് 5 വർഷം കാലാവധി പൂർത്തിയാകണം എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പോൾ 80ഓളം MLA മാർ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ കണ്ടു. അപ്പൊ ഹൈക്കമാൻഡ് ഇപ്പോൾ അതിനിടയ്ക്ക് ഗാർഗയെ മുഖ്യമന്ത്രി ആക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. RSS നിരോധിക്കണമെന്ന്, കർണാടകയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത് DK ഒന്ന് അടങ്ങ്, തൽക്കാലം നിൽക്ക്, കുറച്ചു കാലം കൂടി കാത്തിരിക്കൂ, അതുവരെ സിദ്ധരാമയ്യ തുടരട്ടെ എന്ന്. എന്തായിരിക്കും DKയുടെ ഒരു നിലപാട്? DKയുടെ നിലപാടിന് അവിടെ പ്രസക്തിയില്ല. DKയുടെ ആഗ്രഹം മുഖ്യമന്ത്രി ആവണമെന്നാണ്. പക്ഷെ അതിനകത്ത് DK ശിവകുമാറിൻ്റെ കൂടെ ഉള്ളതിനെക്കാട്ടി കൂടുതൽ MLA മാർ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്. അതുതന്നെയാണ് ആദ്യം അദ്ദേഹത്തിന് കിട്ടിയൊരു പ്രിവില്ലേജ്. കാരണം പണി നടത്തിയാൽ നടക്കത്തില്ല എന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി. അന്നേ അതിനകത്തു നിന്ന് വിളർത്തിക്കൊണ്ട് പോകാൻ BJP നിൽക്കുകയാണ്. അതിന് സാധ്യം കണ്ടാണ്. കാരണം ഇവിടുത്തെ VS അച്യുതാനന്ദൻ്റെ ഒരു ഇമേജ് ഈ പറയുന്ന സിദ്ധരാമയ്യക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ക്ലീൻ ഇമേജ് ഉള്ളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജാതി മതമൊന്നുമില്ല, ജാതി മതമൊന്നും ഇല്ലാത്ത അത്തരത്തിലുള്ള ഇമേജ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഭൂരിപക്ഷം MLA-മാർ. ഇതിനകത്ത് അവിടെ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ BJP-ക്കകത്ത് അന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ അഴിമതി എങ്ങനെയൊക്കെ നടത്താമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് വെളിയിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് അവിടുന്ന് പോകുന്നത്. അപ്പം അന്ന് അതിൻ്റെ പുറകിൽ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല. മാത്രവുമല്ല BJP-ക്കകത്ത് BJP-യുടെ മൊത്തത്തിൽ ഈ BJP ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡിന് വിരുദ്ധമായിട്ടുള്ളൊരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനം. കാരണം ജാതിയാണ് അവിടെ പലതും നിയന്ത്രിക്കുന്നത്. ഓരോ നേതാക്കന്മാർക്കും ഓരോ ജാതി സമവാക്യങ്ങളുണ്ട്, അവർ നിയന്ത്രിക്കുന്നത് പോലും. അപ്പോൾ BJP-ക്ക് അപ്പുറം അവിടെ BJP-ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ജാതി രാഷ്ട്രീയം, കുടുംബ രാഷ്ട്രീയം ഒരു പക്ഷേ മറ്റെല്ലായിടത്തും ഇല്ലായ്മ ചെയ്തപ്പോഴും അവിടെ നടക്കാതെ പോകുന്ന ഒരാൾ യെദ്യൂരപ്പ. അപ്പം അതങ്ങനെ അങ്ങ് പൊക്കോട്ടെ. അത് പോയി കഴിഞ്ഞിട്ട് ഇത് കലങ്ങി മോശമായി. അവർക്കറിയാലോ കോൺഗ്രസിനെ കിട്ടിയത് എങ്ങനെയാലും കലങ്ങി. ഇപ്പം തന്നെ മോശമായി കഴിയുമ്പോൾ പിന്നെ ഇതിനെ ഈ അപ്രമാദിത്വത്തെ കറഞ്ഞുകൊണ്ട് പുതിയൊരു പൊളിറ്റിക്സ് കൊണ്ടുവരാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടാണ് അന്ന് BJP-യുടെ കയ്യിൽ നിന്ന് സമൂലം പോയി. കാരണം BJP-യുടെ സമൂലം പോയി കോൺഗ്രസിൻ്റെ കയ്യിൽ വന്നു. കോൺഗ്രസിനകത്ത് അന്ന് ആ കോൺഗ്രസ്സിന് വന്നതിന് ശേഷം അപ്പത്തൊട്ട് പ്രതിസന്ധിയായി. ഒന്നിച്ചു നിന്നു. കാരണം അത് നിലനിൽപ്പിൻ്റെ വിഷയമായിരുന്നു. DK-യും ഈ സിദ്ധരാമയ്യയും കൂടെ ഒന്നിച്ചു നിന്നു. ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ സിദ്ധരാമയ്യ കട്ടം റേറ്റ് നിലപാടെടുത്ത് അതിനകത്ത് BJP-യെ പരാജയപ്പെടുത്തുന്നതിന് BJP-യുടെ അഴിമതിക്ക് അപ്പുറം ഈ പറയുന്നത് പോലെ BJP അവിടുത്തെ ചില നിലപാടുകളുമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വ നിലപാട്, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇതെല്ലാം കൃത്യമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്ത് അത് വലവത്താക്കി. കാരണം അതിൻ്റെ എല്ലാം കൂടെ ഇത് സിദ്ധരാമയ്യയെ കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാൻ സാധിച്ചു. എന്നാൽ സിദ്ധരാമയ്യക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അല്ല, DK ശിവകുമാറിന് ഹിന്ദുക്കളുടെ വോട്ട് പിടിക്കാൻ സാധിച്ചു. എന്നാൽ സിദ്ധരാമയ്യക്ക് ഈ പറയുന്ന മുസ്ലിങ്ങളുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും ബന്ധം, DK ശിവകുമാറിന് ഹിന്ദുക്കളുമായിട്ട് ബന്ധം, അങ്ങനെ എല്ലാം കൊണ്ടും അത് വർക്കൗട്ടായി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ പ്രശ്നം വന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയേ ഇല്ല. അതിന് നോക്കണ്ട, അയാൾ നിന്ന് കൊടുക്കത്തില്ല. അയാൾക്കറിയാം അയാളുടെ പുറയിൽ ഈ പറയുന്ന കാശുണ്ട്, സ്വാധീനമുണ്ട്. DK ശിവകുമാർ വലിയ ആളാണെങ്കിലും അതിനപ്പുറം ആൾ ഞാനാണെന്നുള്ള കാര്യം അയാൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. അയാൾ മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയിൽ അപ്പോഴാണ് ഇപ്പോൾ അവിടുന്ന് വരുന്നൊരു വാർത്ത. പ്രിയങ്ക ഖാർഗെ എന്ന് പറഞ്ഞ ഈ നമ്മുടെ ഗാർഗയുടെ മകനുണ്ട്. ഗാർഗെ നേരത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓപ്പറേഷൻ ഈ പറയുന്ന പോലെ വേറെയാണ്. അവിടുന്ന് കുറേ KPCC മാരെകളും മറ്റവരും മറിച്ചവരും എന്താ തർക്കമാണ് DK ആക്കണ്ട ഈ പറയുന്ന ACC പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ആക്കാം. അപ്പം മല്ലികാർജുൻ ഖാർഗെ ആക്കാൻ വരുമ്പോൾ ACC പ്രസിഡൻ്റാണ്. അപ്പം ആ വലിയൊരു പോസ്റ്റിനകത്ത് വലിയ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കാണുന്നെങ്കിലും അയാൾക്ക് പ്രയോജനമൊന്നുമില്ലെന്നുള്ളവരെ അയാൾക്കറിയാം. അപ്പം അയാളെ മാറ്റിയിട്ട് അയാളുടെ മകനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡയറക്റ്റ് കളി അതിനകത്തുണ്ട്. അതിനകത്ത് പ്രിയങ്ക ഖാർഗെയുടെ ഒരു കളിയും ചെറിയ പൊളിറ്റിക്സ് ഉണ്ട്. മാത്രവുമല്ല പ്രിയങ്ക ഖാർഗെയും ഈ പറയുന്ന ACC പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവിടുത്തെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ജിഹാദികൾക്ക് വേണ്ടി. അത് പറയാതിരിക്കും. ഇപ്പോൾ തന്നെ RSS-നെ നിരോധിക്കണം, RSS-നെതിരെ നിയമം കൊണ്ടുവരണം, റാലി നടത്താനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കും. അതിനകത്ത് സിദ്ധരാമയ്യ ഒപ്പിടുമ്പോഴും നിയമസഭയെ കൊണ്ടുവരുമ്പോഴും ഈ വിഷയം ഏറ്റെടുത്ത് ഉറക്കെ പറയുന്ന ആൾ ഇയാളാ, പ്രിയങ്ക ഖാർഗെയാ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാരാ? ACC പ്രസിഡന്റാ, ഖാർഗെയാ. ഇതേ നിലപാടല്ലേ രാഹുൽ ഗാന്ധിയുടെ നിലപാട്?
ഇതേ നിലപാടല്ലേ ഇപ്പം ഈ പറയുന്നത് പോലെ SDP കാരൻ്റെയും PFI കാരൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയും നിലപാടാണ് ഞങ്ങളുടെ നിലപാടെന്ന് കോൺഗ്രസിന് പലയിടത്തും വിളിച്ചു പറയേണ്ടി വരുന്നത്. കേരളത്തിൽ ഇത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്തോ? ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, ഇപ്പം എൻ്റെ കൂടെ ഞാൻ പറയുന്ന പോലാണെന്ന് പറഞ്ഞിട്ട് അവനെ കൂടെ പൊളിറ്റിക്സ് ശരീഅത്ത് നിയമം വേണമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി. അപ്പം ഇവിടെ മൊത്തത്തിലാണ് നിലപാട്. അതായത് കർണാടകത്തിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു കളി ഈ അവസരത്തിൽ അവിടെ നടക്കുന്നു. ഒരുപക്ഷെ അത് എത്രത്തോളം കോൺഗ്രസിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഇത് വർക്കൗട്ട് ആകുമെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ല, നമ്മളീ പറയുന്ന ഇതിൻ്റെ ആഴം, ഇതിൻ്റെ വേര്, ഇതിൻ്റെ സ്വാധീനം, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും ഖാർഗെയുടെ പ്രസ്താവനയും ഖാർഗെയുടെ മകൻ്റെ പ്രസ്താവനയും ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിലും ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് എടുത്തെടുത്ത് പറയുന്ന ഒരു രീതിയിലേക്കാണല്ലോ ഇന്നലെ വരെ ബീഹാർ ഇലക്ഷൻ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ, എൻ്റെ ഒരു കണക്കൂട്ട്, ഖാർഗെ അല്ല, പ്രിയങ്ക ഖാർഗെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ സ്വാധീനിച്ചുകൊണ്ട് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കളിയാണ്. ഒരുപക്ഷെ അത് വിജയിച്ചേക്കാം. DK ശിവകുമാറിന് വരെ പ്രിയങ്ക ഖാർഗെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയാണ് എനിക്ക് ഈ പൊളിറ്റിക്സ്. അങ്ങനെ ഉണ്ടോ? പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സ്വാധീനം കർണാടകയിലെ രാഷ്ട്രീയത്തിൽ തിളച്ചു മറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ന്യൂനപക്ഷം തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു പുതിയ സാഹചര്യത്തെ അവർ മുതലെടുക്കുകയാണ്. പക്ഷെ കർണാടകയെക്കുറിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കർണാടക പൊളിറ്റിക്സ് വളരെ സൂക്ഷ്മമായിട്ട് കുറേ കാലമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. കർണാടകയിലെ ഇതപര്യന്തമുള്ള കർണാടകയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ ഏത് പാർട്ടി എടുത്തോളൂ, ഞാൻ നമ്പർ 1 DK ശിവകുമാറാണെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, അയാൾക്ക് മണി പവറും മസിൽ പവറും ഉള്ളതുകൊണ്ട് മാത്രമല്ല. ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, എല്ലാ സംസ്ഥാനത്തുള്ള മൊത്തം കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്താലും എന്തെല്ലാം ആഭ്യന്തര പ്രശ്നങ്ങൾ അതാത് സ്റ്റേറ്റിലെ പാർട്ടിക്കകത്തുള്ളപ്പോഴും അച്ചടക്കം വിട്ടൊരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല DK ശിവകുമാർ എന്ന് വരെ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പ്രസിഡന്റ് ആർക്കെങ്കിലും എതിരായിട്ട്? സിദ്ധരാമയ്യക്കെതിരായി നമുക്കറിയാലോ DK ശിവകുമാറിന്റെ കണ്ട ശത്രു ആരാണ്? സിദ്ധരാമയ്യ. ഒരക്ഷരം DK ശിവകുമാർ സിദ്ധരാമയ്യക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. DKയുടെ ഒരു പവർ മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ 2.5 കൊല്ലം കഴിയുമ്പോൾ വേണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കർണാടക മുഖ്യമന്ത്രിയായി ദീർഘകാലം ഭരിക്കാൻ പോകുന്ന ഒരാൾ, കോൺഗ്രസ് എന്നവിടെ അധികാരത്തിൽ വന്നാലും ഇനി അങ്ങോട്ട് DK ശിവകുമാർ തന്നെയാണ് ഭരിക്കാൻ അയാൾക്ക് ആയുസുണ്ടെങ്കിൽ ഉറപ്പാണ്. അതിന്റെ കാരണം എല്ലാ പവറും അയാൾക്കുണ്ട്. ഇനി ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് എലമെന്റ് എങ്ങാനും കർണാടകയിലെ കോൺഗ്രസിനെ സ്വാധീനിക്കാൻ വന്നാൽ ഉറപ്പിച്ചോളൂ, അപ്പോഴും അതിനെ ചെറുക്കാൻ ഒരാളുണ്ടാവും. അയാളുടെ പേര് DK ശിവകുമാർ എന്നായിരിക്കും. DK ശിവകുമാറിന് അതിനുള്ള കെൽപ്പുണ്ട്, അതിനുള്ള സ്വാധീനമുണ്ട്. പിന്നെ പാർട്ടി പൊളിറ്റിക്സിൽ അതാത് കാലത്തുണ്ടാകുന്ന ഗ്രൂപ്പിസം ഉണ്ടല്ലോ, ഗ്രൂപ്പിസത്തിൽ ആരുടെ വരുതിയിലുള്ള MLA-മാരാണ് കൂടുതൽ എന്നുള്ളതാണ് പ്രശ്നം. അതിപ്പോൾ സിദ്ധരാമയ്യക്ക് കഴിഞ്ഞ കുറേ കാലത്ത് ആയിട്ടുണ്ടായി വന്ന ഒരു സംവിധാനമുണ്ട്. അത് അവിടുത്തെ ജാതി രാഷ്ട്രീയം കൂടിയാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഹിന്ദു ബെൽറ്റിനെ കൂടെ നിർത്താനും അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അവിടുത്തെ കമ്മ്യൂണൽ എലമെൻസിനെയും ഭീകരവാദികളെയും നിലക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അയാൾ വളരെ പാർട്ടി വിധേയനായി, ഒരുപക്ഷെ സിദ്ധരാമയ്യ പലപ്പോഴും ടങ് സ്ലിപ്പൊക്കെ വന്നിട്ട് ചെറിയ അറിയാതൊക്കെ പറഞ്ഞു പോകും, ഉള്ളിലെ വികാര വിചാരം. DK ഉണ്ടല്ലോ, DK ഞങ്ങൾ ഉറക്കത്തിൽ പോലും പറയിപ്പിക്കാൻ പറ്റില്ല പാർട്ടിക്കെതിരായിട്ട്. അത് DK അത്ര ഡിസിപ്ലിൻഡ് ആണ്. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, കർണാടക രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയല്ല എന്ത് പോസ്റ്റിൽ സിദ്ധരാമയ്യയോ സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെ ഇരുന്നോട്ടെ, കർണാടക പൊളിറ്റിക്സിലെ നമ്പർ 1 അപ്പോഴും പവർഫുൾ ആരായിരിക്കുന്നറിയോ? DK ശിവകുമാർ ആയിരിക്കും. DK ശിവകുമാർ ഇപ്പോഴും വിട്ടുകൊടുക്കാത്തൊരു പോസ്റ്റ് ഏതാണെന്നറിയോ? KCC പ്രസിഡന്റ്. അതിനപ്പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് DK ഇപ്പൊ ഈ 2.5 കൊല്ലം കഴിയുമ്പോൾ ഈ തമ്പുരാക്കന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ തഴമ്പ് വല്ലാതെ വന്നാൽ പിന്നെ ചന്തി പൊങ്ങാത്തൊരു കുഴപ്പം ഈ പഴയ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ട്. വിട്ടുപോകാൻ മടിയുണ്ടാവും. സിദ്ധരാമയ്യ ചെയ്യേണ്ടത് എന്താ? ഇനി എൻ്റെ അനിയൻ DK ശിവകുമാർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറയേണ്ട സമയമല്ലേ, പോവില്ല. അപ്പൊ ഒരു പക്ഷേ ഈ ടേം ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത പ്രശ്നം തന്നെ, അധികാരമല്ലാതെ അവരെ അങ്ങ് പിടിച്ചു DK കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇതേ കർണാടകക്കാർ പറയും, ഇതേ കർണാടകയിലെ കോൺഗ്രസ് പറയും, അവിടുത്തെ MLA-മാർ പറയും, ഈ കിളവനൊന്ന് മാറി കിട്ടിയാൽ മതി എന്ന് സിദ്ധരാമയ്യെ കൊണ്ട് പറയിപ്പിക്കുന്നോളം കൊണ്ടുപോകും. ആര്? ഇപ്പൊ ഡൽഹിയിൽ മുഴുവൻ പോയിട്ട് കർണാടകയിലെ MLA-മാർ കുത്തിയിരുന്നിട്ട് AICC ആസ്ഥാനത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
പോകാത്ത ഒരാളെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആ കൂട്ടത്തിൽ ഡി കെ ശിവകുമാർ പോവില്ല. ഡി കെ ശിവകുമാർ പോവില്ല. മാത്രമല്ല KICCയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരായിട്ട് ശശി തരൂർ മത്സരിച്ചത് ഉൾപ്പെടെയുള്ള ഇഷ്യൂ ഉണ്ടായപ്പോഴും ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യം, ശശി തരൂരിനെതിരായിട്ട് കർണാടക PCCയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് പോലും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം അയാൾക്കറിയാം ഈ പൊളിറ്റിക്സിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ മാനിക്കണം, എവിടെയൊക്കെ നിർത്തണം. എന്നാൽ നെഹ്റു കുടുംബത്തിന് മറ്റാരെക്കാളും പ്രിയപ്പെട്ടവനുമാണ് കേട്ടോ. അതും നമ്മൾ കണ്ടതാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നെഹ്റു കുടുംബത്തിനകത്ത് ഓരോരോ കാലത്ത് ഓരോ പവർ ഫാക്ടേഴ്സ് ഇടപെടാറുണ്ട്, അധികാര ശക്തികൾ. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്, രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ സോണിയയുടെ കാലത്തായി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കാലമാണ്. രാഹുൽ ഗാന്ധിയുടെ കാലത്ത് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത സ്വാധീനം നെഹ്റു കുടുംബത്തിൽ DK ശിവകുമാറിനുണ്ട്. ഇനി ഒന്നുകൂടി ഓർത്തോളൂ, കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ള ഒരു അന്യ സംസ്ഥാന നേതാവ് DK ശിവകുമാറാണ്. കേരളത്തിലെ മിക്ക KPCC ഭാരവാഹികളെയും നിർണയിച്ചത് അവസാനത്തെ പരിശോധന DK ശിവകുമാറിൻ്റെ ടിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അത് KC വേണുഗോപാൽ തന്നെ വളരെ മനോഹരമായിട്ട് പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ വരണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതുള്ളൂ. അല്ല, അതിനകത്ത് ഇദ്ദേഹം പറയുന്നതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും സ്വാധീനമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് AICC ഈ അദ്ദേഹത്തിന്റെ പേര് തീരുമാനിക്കുന്നില്ല? റേഞ്ച് അല്ലല്ല, അതിനകത്ത് അയാൾക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തതിന്റെ ഒരു അവസ്ഥ. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അച്ചടക്കിന് യാതൊരു പ്രസക്തിയില്ല. അയാൾക്ക് പറയാൻ പ്രയാസമുള്ള അവസ്ഥ അയാൾ PCC പ്രസിഡന്റ് ആണല്ലോ അവിടെ അച്ചടക്കം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അച്ചടക്കൽ എങ്ങനെ പുള്ളി നടത്തി കാണിക്കാനൊക്കത്തില്ല. അപ്പം അയാളെ കൂച്ചുവെല്ലാം കെട്ടി പിടിച്ചേക്കുന്നത് എവിടാണെന്ന് അറിയോ? PCC പ്രസിഡന്റ് സ്ഥാനം നിൽക്കുക. അതുകൊണ്ട് അല്ലെ സിദ്ധരാമയ്യക്ക് എന്നേ പറഞ്ഞു, അയാളെ പിടിച്ചതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ. എന്നാ നിങ്ങൾ പ്രശാന്ത് സാറിന്റെ മുമ്പിൽ കേരളം എന്നൊരു മാതൃക എടുത്തു നോക്കൂ. ഇവിടുത്തെ ഏത് KPCC പ്രസിഡന്റാണ് മര്യാദ പാലിച്ചിട്ടുള്ളത്? അല്ല, അത് തന്നെ KPCC പ്രസിഡന്റ് പറയുന്നത് ഇവിടെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ അവിടെ വരാൻ പറയുന്ന പറഞ്ഞാൽ ഇതിപ്പം അയാൾ പറയുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം മാറണമെന്ന് പറഞ്ഞാൽ എതിരാൻ പറയും, പോടേ എന്ന് പറയും. ഇപ്പൊ KPCC പ്രസ്ഥാനം ഇവിടെ ആയി. അതുകൊണ്ട് മര്യാദ ഇല്ല പറഞ്ഞാൽ ഉള്ള മാനം കളയല്ലേ, ഉള്ള മാനം കളയല്ലേ എന്നുള്ള രീതിയാ. ഇവിടെ ഉള്ള നേതാക്കന്മാരിൽ നമ്മൾ ആര് എന്ന ചോദ്യം പോലെ കർണാടകയ്ക്ക് ലഭ്യമായ ഇതപര്യന്തം ലഭ്യമായ കോൺഗ്രസ് നേതാക്കന്മാർ മോസ്റ്റ് പവർഫുൾ ലീഡർ തന്നെയാണ് DK ശിവകുമാർ. പവർഫുൾ ആണ്. പവർഫുൾ എന്ന് പറയുമ്പോൾ സിദ്ധരാമയ്യക്ക് അപ്പുറം പവർഫുൾ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് നേതാക്കന്മാരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനകത്ത് അന്നും KPCC പ്രസിഡന്റ് ആയിട്ടുള്ള DK ശിവകുമാറിന് സിദ്ധരാമയ്യക്കാട്ടി പവർ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റിയത്. അയാളാണ് അന്നില്ല. അപ്പൊ MLA മാരുടെ കൂടെ സിദ്ധരാമയ്യയുടെ കൂടെ, ഇപ്പോഴും MLA മാരുടെ കൂടെ സിദ്ധരാമയ്യയുടെ കൂടെ. പക്ഷേ ഞാൻ പറയുന്നത് പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇത്തിരി ആർത്തി കാണിച്ച് 2.5 കൊല്ലം മുമ്പേ മുഖ്യമന്ത്രിയാവണോ, ഒരു പക്ഷേ പിന്നീട് 15 കൊല്ലത്തേക്ക് മുഖ്യമന്ത്രി, അങ്ങനെ പിന്നീട് 15 കൊല്ലത്തേക്ക് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരും. അല്ല, അത് അദ്ദേഹത്തിന്റെ കണക്കാണ്, നമ്മുടെ അല്ല. കർണാടക നമ്മൾ വിചാരിക്കുന്നത് പോലെ സാറ് നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം അതിന് നിമിത്തമാണ്. കോൺഗ്രസ് അല്ലാതെ ആരുണ്ട് വരാൻ? അല്ല, അതിനൂടെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. എവിടെ BJP ഇത്രയേറെ ദുഷിച്ചു പോയ സംസ്ഥാനം വേറെ ഉണ്ടോ? ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടൊരു നാടുണ്ടോ? അല്ല, അതല്ലേ ആദ്യം പറഞ്ഞത്. അത് സാർ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. BJP വരാത്ത കാലത്തോ DKക്ക് കാത്തിരിക്കാൻ കാലമുണ്ടെന്നേ.